ഞാൻ ആലോചിക്കുന്നത് എത്ര ആൾക്കാരാണ് പുറത്ത് പോകണം സെറ്റിൽ ആവണം എന്നൊക്കെ ആശിച്ച് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് പോയി OET എഴുതാമെന്ന് വെച്ചതാണ്. അതുവരെ എനിക്ക് പുറത്ത് പോകണമെന്ന് പ്ലാനില്ലായിരുന്നു. MSc ചെയ്യണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് വിചാരിച്ചപ്പോഴാണ് OET എഴുതാം പുറത്ത് പോകാം എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ലണ്ടനിൽ വന്നിട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് സ്നാച്ചിങ്, പിന്നെ ഡ്രഗ് അഡിക്ട്സ്, ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്ട്രീറ്റിലൊക്കെ എല്ലാ നേരത്തും ഉണ്ടാവും എന്നൊക്കെ ഞാൻ കുറേ കേട്ടിന്. പക്ഷെ നമ്മളെ ബാധിക്കാത്തടത്തോളം കാലം നമ്മൾ അതിനെപ്പറ്റി ബോധേഡാവില്ലല്ലോ. പക്ഷെ അവസാനം അതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഏറ്റവും ആശിച്ച് മോഹിച്ച് നിന്ന റൂം ഒഴിവാക്കി ഞാൻ ആദ്യം നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കയറേണ്ടി വന്നത്. ആ റൂമിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താ അറിയും? അവിടുത്തെ കിച്ചണാണ്. ഒന്നാമത് അത് ഷെയർഡല്ല, എനിക്ക് തോന്നുമ്പോൾ തോന്നുന്ന ഫുഡ് ഇരുന്നുണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ആ ഒരു ഫ്രീഡം അങ്ങ് പോയ പോലെ. പക്ഷെ എന്നാലും കുക്കിങ് ഞാൻ വിടില്ല കേട്ടോ. ഈ പ്രഗ്നൻസിൻ്റെ ടൈമിൽ നമുക്ക് ഓരോ ഫുഡിനോടൊരു ക്രേവിങ്സ് തോന്നൂലേ? എനിക്കതുപോലെയാണ്. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് അല്ല. പക്ഷെ ക്രേവിങ്ങിനൊരു കുറവുമില്ല. ഉണ്ടാക്കണമെന്ന് തോന്നുക, അപ്പം ഉണ്ടാക്കുക, തിന്നുക. പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കണതിനെക്കാട്ടും കൂടുതൽ എന്ത് ഫാസ്റ്റ് ഫുഡാണെങ്കിലും അത് സ്വന്തം ഉണ്ടാക്കി കഴിക്കുന്നതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഞാനിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കി. ഉണ്ടാക്കി വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പകുതി സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ആയാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ.